ആയുധങ്ങളുടെ വീമ്പു പറച്ചിലായിരുന്നില്ല ഇന്ത്യൻ ജനതയുടെ ഒരുമ പ്രകാശിച്ച 3 നാൾ കൂടിയാണ് സംഘർഷമുനയിൽ കടന്നുപോയത്. അയലത്തെ ജനതയും അവരുടെ ജീവിതവുമായിരുന്നില്ല ഈ നാളുകളിൽ ഇന്ത്യയുടെ ലക്ഷ്യം. സമാധാനം തകർക്കുന്ന ഭീകരവാദികൾ മാത്രമായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ. ഭീകരവാദികളുടെ പ്രകോപനത്തിന് അവസാനമില്ലെങ്കിലും സമാധാനത്തിന്റെ വഴി രാജ്യം സ്വീകരിച്ചത് ഈ നാടിന്റെ മനസ്സറിഞ്ഞുകൂടിയാണ്. മനസ്സിന്റെ ഭാരമേറ്റിയ 3 ദിവസം നമ്മുടെ രാജ്യത്തിന്റെ ആത്മസംയമനത്തിന്റെയും പ്രതിഫലനമാണ്. പഹൽഗാമിലെ മുറിപ്പാട് 140 കോടി ഇന്ത്യക്കാരുടെയും ഉള്ളുനീറിയ രാപ്പകലുകൾ. കണ്ണും പൂട്ടി തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. എന്നാൽ ആയുധം കൊണ്ടായിരുന്നില്ല മറുപടി, നയതന്ത്രമായിരുന്നു ഇന്ത്യൻ വഴി. പക്ഷെ അതുകൊണ്ടും അതിർത്തിക്കപ്പുറമുള്ളവർ പഠിച്ചില്ല. പാകിസ്ഥാന്റെ സേനയും ഭീകരവാദികളും കശ്മീരിലെ നിഷ്കളങ്കരായ ജനത്തെ ഉന്നമിട്ടു നടത്തിയ അതിക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇതിനുള്ള മറുപടിയായിരുന്നു മെയ് 7 പുലർച്ചെയുണ്ടായത്, ഓപ്പറേഷൻ സിന്ധു. ആ പുലർച്ചെ കേവലം 25 മിനിറ്റിൽ 9 കേന്ദ്രത്തിലെ 21 ഭീകര പരിശീലന ഇടങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. 100 കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഇരുണ്ട കോട്ടകൾ ചിതറി. All the targets were neutralized with clinical efficiency, and the results reiterate the professionalism of the Indian Armed Forces in the planning and execution of their operations. സാധാരണക്കാരായ നിരപരാധികളായ ഒരൊറ്റ പാകിസ്ഥാൻ പൗരന്റെയും രക്തം പൊടിഞ്ഞില്ല. ഇന്ത്യയുടെ ഈ നിലപാട് മാനുഷികതയുടെ തെളിച്ചമായിരുന്നു. ഭീകരവാദികളെ മറയില്ലാതെ പിന്തുണയ്ക്കുന്ന പാക് പട്ടാള കേന്ദ്രങ്ങൾ പോലും ഇന്ത്യയുടെ ലക്ഷ്യമായിരുന്നില്ല അന്നേരം. ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നടപടി പാകിസ്ഥാനിലെ പാവ സർക്കാരിനും ഭീകരതയെ പാലൂട്ടുന്ന അവിടുത്തെ സൈന്യത്തിനും രുചിക്കുന്നതായിരുന്നില്ല. പല നുണകൾ മെനഞ്ഞെങ്കിലും അതെല്ലാം പൊളിഞ്ഞു. പാക് ഭരണകേന്ദ്രം വിറച്ചു. എന്നിട്ടും സമാധാനത്തിന്റെ വഴിയെ നടന്നില്ല. ഇന്ത്യ ഭീകരതയെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് അതിർത്തിയിലെ പാവപ്പെട്ട ജനതയെ. പൂഞ്ചിലും ബാരാമുള്ളയിലും ഉറിയിലും കുപ്വാരയിലുമെല്ലാം പാക് പ്രതികാരത്തിന്റെ ഷെല്ലുകൾ പതിഞ്ഞു. മെയ് 8 9 രാത്രിയിൽ പടിഞ്ഞാറ് കച്ചു മുതൽ വടക്കു ലേ വരെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാക് ഡ്രോണുകൾ പറന്നെത്തി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ നിലം തൊടിയിക്കാതെ നിലം പരിശാക്കി. ആ രാത്രിയിലെ പാകിസ്ഥാൻ ആക്രമണം അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങളെ മറയാക്കിയായിരുന്നു. ഇന്ത്യൻ തിരിച്ചടിയിൽ പാക് വ്യോമമേഖലയിൽ പറക്കുന്ന വിമാനങ്ങൾക്ക് നാശം സംഭവിച്ചാൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താമെന്ന നീച തന്ത്രം. 1750 hours and landed later at Lahore at 2110 hours in the night. സമാധാനമാണ് വഴി. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ഇന്ത്യ പലകുറി വ്യക്തമാക്കിയിട്ടും പാക് പ്രകോപനം തീർന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ ലാഹോറിലെ ഉൾപ്പെടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തു. ഇന്നലെ രാത്രിയും പാകിസ്ഥാന്റെ ആക്രമണം തുടർന്നു. ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ മണ്ണിൽ തൊടാതെ നിർവീര്യമായി. സംഘർഷത്തിന്റെ 3 രാപ്പകലുകളിൽ ഡൽഹി കൂടിയാലോചനകളുടെ തിരക്കിലായിരുന്നു. രാഷ്ട്രീയ വൈര്യം മറന്നു ഭരണപ്രതിപക്ഷം ഒന്നിച്ചു നിന്ന മാതൃക ലോകം കണ്ടു. സംയമനത്തിന്റെ പ്രതീക്ഷ നിറഞ്ഞ വാക്കുകളായിരുന്നു രാജ്യതലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. സംഘർഷത്തിന്റെ തുടക്കം മുതൽ പറയുന്ന സമാധാനമെന്ന ഇന്ത്യൻ നിലപാട് ഒടുവിൽ വിജയത്തിലെത്തി. That both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. ആഭ്യന്തര കലഹത്തിന്റെയും അട്ടിമറിയുടെയും അഭ്യൂഹങ്ങളായിരുന്നു ഈ സമയങ്ങളിൽ പാകിസ്ഥാനിൽ നിറഞ്ഞത്. അവിടുത്തെ പ്രധാനമന്ത്രിയും പട്ടാള ഭരണാധികാരിയും ഈ നാളുകളിൽ പൊതുവേദിയിൽ എത്തിയില്ലെന്നും ഓർക്കണം. ജനാധിപത്യവും ജനതയുടെ ഒരുമയും എത്രമേൽ ശക്തമാണോ അത്രമേൽ രാജ്യവും ശക്തിയാർജിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ 3 ദിനം. ന്യൂസ് ഡെസ്ക് 24.